എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2020 മുതൽ 2024 വരെ ചോദിച്ച ഭൗതിക ശാസ്ത്രത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ക്ലാസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലാസ്സിന്റെയും PDF നോട്ട്സ് നമ്മുടെ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ അല്ലെങ്കിൽ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. എല്ലാവരും അത് വായിക്കാം, പഠിക്കാം. അതേപോലെ തന്നെ 1000-ൽ പരം പോൾ വർക്കൗട്ട് എക്സാംസ് നടക്കുന്നുണ്ട്, എക്സാം വർക്കൗട്ട് നടക്കുന്നുണ്ട്. അതിനെല്ലാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പോൾ വാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്ക് ആയതിനാൽ പരിക്ക് ഏൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? ഓപ്ഷൻ എ ഒന്നാം ചലന നിയമം, ഓപ്ഷൻ ബി രണ്ടാം ചലന നിയമം, ഓപ്ഷൻ 3 മൂന്നാം ചലന നിയമം, ഓപ്ഷൻ 4 ഗുരുത്വാകർഷണ നിയമം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചലനത്തെ പറ്റി പഠിച്ചു, ത്വരണത്തെ പറ്റി പഠിച്ചു, ജഡത്വത്തെ പറ്റി പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാർട്ട് 3 പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ചലന നിയമങ്ങളെ പറ്റിയാണ്. അതിനു മുമ്പൊന്ന് ചോദിച്ചോട്ടെ, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ് അല്ലെ? ചലന നിയമങ്ങളെ പറ്റി ആദ്യമായി പഠിച്ചത് അല്ലെങ്കിൽ ചലനത്തെ പറ്റി ആദ്യമായി പഠിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ഈ രണ്ട് കാര്യങ്ങളും കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാം അറിയാം. 2023 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണിത്. പോൾ വാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്ക് ആയതിനാൽ പരിക്ക് ഏൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, രണ്ടാം ചലന നിയമമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ചലന നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. ഒന്നാം ചലന നിയമം. എന്താണ് ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്? ഒരു ബോള് ഞാൻ എടുത്തു. ഈ ബോള് ചലിക്കണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലെ? അപ്പൊ ഒരു വസ്തു ചലിക്കണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണമല്ലോ. ഒരു ബോഡി ചലിക്കണമെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണമല്ലോ. അങ്ങനെയെങ്കിൽ അതാണ് ഒന്നാം ചലന നിയമം പറയുന്നത്. അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നു. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ, always a straight line that unless coupled by an external force. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ? അപ്പൊ എന്താ ഒന്നാം ചലന നിയമം? അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു. ഈ സെയിം സാധനം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു. എന്തായിരുന്നു? ജഡത്വം. ജഡത്വം എന്തായിരുന്നു നമ്മൾ പഠിച്ചേ? ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ. എന്താ ഇനേർഷ്യ? ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ്. ഒരു ബോഡിക്ക് അതിന്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കഴിവില്ലായ്മയാണ് ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയോ നേർരേഖാ സമചലനത്തെയോ സ്വയമായി ചേഞ്ച് ചെയ്യാനുള്ള, മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരുപോലെ വരുന്നില്ലേ? അപ്പം ജഡത്വ നിയമം എന്ന് പറയുന്നത് ഏതാണ്? ഒന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരാം: ബലത്തെയും ജഡത്വത്തെയും പറ്റി നിർവചിക്കുന്ന നിയമം ഏതാണ്? ഏതാ? ഒന്നാം ചലന നിയമമാണ്. ഒരു മാവിൽ നിന്ന് നമ്മൾ ആ മാങ്ങ കുലുക്കാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ മാങ്ങ നിൽക്കുന്ന കൊമ്പ് നമ്മൾ കുലുക്കാതിരിക്കുകയാണെങ്കിൽ മാങ്ങ ഞെട്ടറ്റ് വീഴുമോ? അത് പഴുത്ത ശേഷം വീഴുമായിരിക്കും, അല്ലാതെ വീഴുമോ? ഇല്ല. പക്ഷെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് മാങ്ങ ഞെട്ടറ്റ് വീഴും അല്ലെ? അപ്പൊ അതെന്തിന് ഉദാഹരണമാണ്? ഒന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. ക്ലിയർ ആയ ഒന്നാം ചലന നിയമം? ഒന്നാം ചലന നിയമം നിങ്ങൾ പഠിച്ചു. ജഡത്വ നിയമം അല്ലെങ്കിൽ ഒന്നാം ചലന നിയമം പഠിച്ചു. അടുത്തതാണ് രണ്ടാം ചലന നിയമം, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ് രണ്ടാം ചലന നിയമം? ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം. ബലത്തെ എങ്ങനെ അളക്കാം, ഫോഴ്സിനെ എങ്ങനെ അളക്കാം എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിന്റെ ദിശയിലും ആണ് എങ്കിൽ അതാണ് രണ്ടാം ചലന നിയമം. അപ്പൊ ആക്ക വ്യത്യാസവുമായി ബന്ധപ്പെട്ടുള്ള
രണ്ടാം ചലന നിയമം. ക്ലിയർ ആയോ? അപ്പൊ ബലത്തെ എങ്ങനെ അളക്കാം, ഫോഴ്സിനെ എങ്ങനെ അളക്കാം എന്ന് നിർണ്ണയിക്കുന്നത് രണ്ടാം ചലന നിയമമാണ്. രണ്ടാം ചലന നിയമത്തിന്റെ ഇക്വേഷൻ എന്താണ്? F = ma. ഈ ഡെറിവേഷൻ ഒന്നും നമ്മൾ പറയാത്തത്, നിങ്ങൾക്ക് അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് വരാറുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ ഡെറിവേഷൻസ് ഒന്നും പറയാത്തത്. നമ്മൾ വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പം F = ma. ഫോഴ്സ് mass into acceleration. F ബലം ബലം സമം പിണ്ഡം ഗുണം എന്താണ്? ത്വരണം. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ അടുത്ത മൂന്നാം ചലന നിയമം. എന്താണ് മൂന്നാം ചലന നിയമം? എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്, എവരി ആക്ഷൻ there is an equal and opposite reaction. അല്ലെ? വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന്റെ ഉറവിടത്തെ കുറിച്ച് പ്രസ്താവിക്കുന്ന ചലന നിയമം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന്റെ ഉറവിടത്തെ കുറിച്ച് പ്രസ്താവിക്കുന്ന ബലം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാ? മൂന്നാം ചലന നിയമമാണ്. ഏതൊരു പ്രവർത്തനത്തിലും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഒരു തോണി നമ്മൾ ഇറങ്ങുമ്പോൾ അതിലേക്ക് ഒരു ബലം കൊടുക്കും. ആ ബലത്തിന്റെ ഒരു ഇതായിട്ട് ആ ഒരു ബലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോണി എന്ത് ചെയ്യും? പുറകോട്ട് കുറച്ച് നീങ്ങും. അല്ലെ? അത് എന്തിന് ഉദാഹരണമാണ്? മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്നത് എന്തിന് ഉദാഹരണമാണ്? മൂന്നാം ചലന നിയമമാണ്. അപ്പൊ എന്താണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പൊ ഉദാഹരണം നോക്കിക്കോ. തോക്കിൽ നിന്ന് പായുന്ന വെടിയുണ്ട തോണി തുഴയുന്നു. ജലോപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരു വ്യക്തി കരയിലേക്ക് ചാടുമ്പോൾ ആ വ്യക്തി തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഫലമായിട്ട് തോണി പുറകോട്ട് നീങ്ങുന്നു. അപ്പൊ മൂന്നാം ചലന നിയമവും പഠിച്ചു. നിങ്ങൾ 3 ചലന നിയമങ്ങളും പഠിച്ചു. ക്ലിയർ ആയല്ലോ? ജഡത്വ നിയമം ഓർത്തിരിക്കുക. ഏതാ ജഡത്വ നിയമവുമായി ബന്ധപ്പെട്ടത്? ഒന്നാം ചലന നിയമം. ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പറയുന്നത് രണ്ടാം ചലന നിയമം. അടുത്ത നമ്മൾ പറഞ്ഞു വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന്റെ ഉറവിടത്തെ കുറിച്ച് പറയുന്ന ബലം മൂന്നാം ചലന നിയമം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം, ബലവും സമയവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ. ബലവും സമയവുമായി. ബലം എന്ന് പറയുമ്പോൾ ഫോഴ്സും വരും, സമയം എന്ന് പറയുമ്പോൾ ടീയും വരും. അല്ലെ? ഫോഴ്സും ടൈമും. അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്താണ് എന്ന് നോക്കാം. എന്താണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം? ഒരു 2 വസ്തുക്കൾ തമ്മിൽ ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂവിങ് ബോഡി മറ്റൊരു ബോഡിയിൽ ഇടിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു ആഘാതം ഉണ്ടാകുന്നു. അല്ലെ? ഈ ആഘാതത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ മൊമെന്റം അല്ലെങ്കിൽ ആക്കം എന്ന് പറയുന്നത്. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതം ഏൽപ്പിക്കാനുള്ള കഴിവിനെയാണ് മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെങ്കിൽ മാസ് ഇൻറ്റു പ്രവേഗമാണ്. പിണ്ഡം ഇൻറ്റു പ്രവേഗമാണ് ആക്കം എന്ന് പറയുന്നത്. പ്രവേഗം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു പ്രവേഗം? ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന് ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തെയാണ് എന്തെന്ന് പറഞ്ഞത്? പ്രവേഗം എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആക്കം എന്താണെന്ന് പഠിച്ചല്ലോ. ആക്കം = മാസ് ഇൻറ്റു പ്രവേഗം. ഇനി നിശ്ചലാവസ്ഥയിൽ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് വസ്തുവിന്റെയും ആക്കം എന്തായിരിക്കും? 0 ആയിരിക്കും. അതെങ്ങനെയാ വരുന്നത്? ഞാൻ ഇവിടെ ഒരു ബൈക്കും എടുത്തു, ഒരു ലോറിയും ഉണ്ട്. ഓക്കെ, ഒരു ബൈക്കും ലോറിയും ഉണ്ട്. ഈ ബൈക്ക് വന്ന് ലോറിയിൽ ഇടിക്കുകയാണെന്ന് വെച്ചോ, ഇടിക്കുവാണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. അതിനെയാണ് ആക്കം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആഘാതം എന്ന് പറയുന്നത്. ഇനി ഈ ബൈക്ക് നിശ്ചലാവസ്ഥയിലാണ് എങ്കിൽ അതിന്റെ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അല്ലെ? മാസ് ഉണ്ടല്ലോ, 0 ആയിരിക്കും മറ്റേത്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാ വരുന്നത്? P = mv. P = മാസ് ഇൻറ്റു വെലോസിറ്റി 0 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 0 വരും. അപ്പൊ നിശ്ചലാവസ്ഥയിലാണ് എങ്കിൽ, ബൈക്ക് നിശ്ചലാവസ്ഥയിലാണ് എങ്കിൽ അതിന്റെ ആക്കം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് വസ്തുവിന്റെയും ആക്കം എന്താണ്? 0 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതാണ് ആക്ക വ്യത്യാസ നിരക്ക്. എന്താണ് ആക്ക വ്യത്യാസ നിരക്ക്? ആക്ക വ്യത്യാസ നിരക്ക് ഉണ്ടോ? ഉണ്ട് അല്ലെ? ഇപ്പൊ ഞാന് 5 കിലോഗ്രാം ഉള്ള ഒരു ബോള് ഒരു മണൽപ്പരപ്പിൽ ഇടുകയാണ്. അതേപോലെ തന്നെ 2 കിലോഗ്രാം ഉള്ള ഒരു ബോളും
മണൽപ്പരപ്പിൽ ഇടുകയാണ്. ഇതിൽ ഏതിനായിരിക്കും ആക്ക വ്യത്യാസം കൂടുതലുള്ളത്? മാസ് കൂടുതലുള്ളതിനാണല്ലോ. മാസ് കൂടുതലുള്ളതിനകത്ത് എന്ത് സംഭവിക്കും? ആക്ക വ്യത്യാസവും അല്ലെങ്കിൽ ആക്കവും അതിന്റെ കൂടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പൊ എന്താണ് ആക്ക വ്യത്യാസ നിരക്ക് എന്ന് പറയുന്നത്? u പ്രവേഗത്തോടെ ചലിക്കുന്ന m മാസ് ഉള്ള ഒരു വസ്തുവിൽ t സമയത്തേക്ക് f ബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിന്റെ പ്രവേഗം v ആയി മാറുന്നുവെങ്കിൽ ആക്ക വ്യത്യാസ നിരക്ക് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? ആക്ക വ്യത്യാസം ബൈ സമയമാണ്. ഒന്നുമില്ല, ആക്ക വ്യത്യാസം അല്ലെങ്കിൽ ആക്സലറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? v മൈനസ് u ആണ് അല്ലെ? v മൈനസ് u. ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് v മൈനസ് u ആണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇതേ ഡിവൈഡഡ് ബൈ t ആണ് അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ടാത്തോണ്ടാണ് നമ്മൾ ഇത് മാത്രം പറയുന്നത്. m ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇവിടെ നമ്മൾ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ p ഈസിക്കൽ ടു എം വി മൈനസ് എം യു ആയിട്ടാണ് വരുന്നത് അല്ലെ? ഇപ്പൊ ഞാൻ ഇത് എടുക്കുകയാണെങ്കിൽ ഇവിടെ ബൈക്കിന് ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയും ഉണ്ട് എങ്കിൽ മാസ് ഉണ്ടല്ലോ ഇതിന്. അപ്പൊ മാസ് എം യു ഫൈനൽ ആവുമ്പോ എന്ത് വരും? എം വി ആവും അല്ലെ? മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എം വി മൈനസ് എം യു ഇൻറ്റു എം യു ബൈ ടി. ഇനി p ഈസിക്കൽ ടു m കോമൺ ആയിട്ട് എടുക്കാലോ. v മൈനസ് യു ബൈ ടി. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട, ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ആ ഇക്വേഷൻ മാത്രം ഒന്ന് എടുത്തു വെച്ചാൽ മതി. ഇങ്ങനെയാണ് ഇത് വന്നത്. ആക്ക വ്യത്യാസ നിരക്ക് വന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനാണെങ്കിൽ കുറെ ഉണ്ട്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം ഇത്രയൊന്ന് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ആക്ക വ്യത്യാസ നിരക്ക് എന്ന് പറയുന്നത് എന്താണ്? p ഈസിക്കൽ ടു m ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ് ആക്ക വ്യത്യാസ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, p എന്ന് പറയുന്നത് മൊമെന്റം ആണ്. മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? p ഈസിക്കൽ ടു എം വി ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ആക്ക വ്യത്യാസ നിരക്ക് വരുമ്പോൾ അവിടെ എന്തുകൂടെ വരും? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത്ര ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ആക്ക സംരക്ഷണ നിയമവും കൂടി നമുക്ക് പഠിക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. എന്താണ് ആക്ക സംരക്ഷണ നിയമം? ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ഥിരമായിരിക്കും അല്ലെ? ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. എങ്ങനെയാണ് ആകെ ആക്കം സ്ഥിരമാകുന്നത്? ഒരു ബോൾ എടുത്തു, ഈ ബോള് നിശ്ചലാവസ്ഥയിലാണ്. അപ്പൊ അതിന്റെ u എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. v എന്ന് പറയുന്നതും എന്താണ്? 0 ആണ്. മാസ് ഉണ്ടോ അതിന്? അതിന് മാസ് ഉണ്ട്, പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ അതിനൊന്നും സംഭവിക്കുന്നില്ല. ഈ മാസ് പക്ഷെ ചേഞ്ച് ആവുമോ? മാസ് ചേഞ്ച് ആവത്തില്ല. ആ വസ്തുവിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പൊ p ഈസിക്കൽ ടു m ഇൻറ്റു v. p ഈസിക്കൽ ടു m ഇൻറ്റു 0. ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഇവിടെ ആക്കം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ആക്ക സംരക്ഷണ നിയമം എന്താണ് പറയുന്നത്? ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആറ്റം അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. എപ്പോഴും എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഇനി ആക്ക സംരക്ഷണ നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് റോക്കറ്റ് വിക്ഷേപണത്തിൽ അല്ലെ? റോക്കറ്റ് വിക്ഷേപണത്തിൽ ഒരു റിയാക്ഷനും ഉണ്ട്, അതിന്റെ താഴോട്ട് എന്തുണ്ട്? ഒരു ആക്ഷൻ ഉണ്ട്. ഒരു ആക്ഷൻ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ റോക്കറ്റ് വിക്ഷേപണത്തിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ആക്ക സംരക്ഷണ നിയമം ഉപയോഗപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ജെറ്റ് എഞ്ചിൻ, അതേപോലെ തന്നെ വേറെന്താണ്? പിസ്റ്റൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിസ്റ്റലിന്റെ മാസ് കുറവല്ലേ? പക്ഷെ അവിടുത്തെ വെലോസിറ്റി എന്താണ്? കൂടുതലാണ്. മാസ് കുറയും, പക്ഷെ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പൊ ആക്കം എന്ത് ചെയ്യും? കൂടും. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ആക്ക സംരക്ഷണ നിയമം ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയ ആക്ക സംരക്ഷണ നിയമം. അങ്ങനെയെങ്കിൽ നമ്മൾ മുമ്പ് 2 ചോദ്യങ്ങൾ നമ്മൾ വിട്ടിരുന്നു. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര? ഇവിടെ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമുക്ക് p ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്ത് m തന്നിട്ടുണ്ട് 10 കിലോഗ്രാം. അതേപോലെ തന്നെ v നമുക്ക് തന്നിട്ടുണ്ട് 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം p ഈസിക്കൽ ടു എം വി ആണ്. p ഈസിക്കൽ ടു m എത്രയാണ്? 10 ഇൻറ്റു 5 ആണ്. 10 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ്, മൊമെന്റത്തിന്റെ യൂണിറ്റും പഠിച്ചല്ലോ. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആയേ?
അങ്ങനെയെങ്കിൽ ഇവിടെ മറ്റൊരെണ്ണം ഉണ്ട്, ബലവും സമയവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ബലവും സമയവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതണം അല്ലെ. ഒന്ന് ഏതാണ്? ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പുറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നു അല്ലെ. ക്രിക്കറ്റ് ബോളിന് എന്താണ്? മാസ് കൂടുതലാണ്. എന്നാൽ നമുക്കറിയാം എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ് അല്ലെ. ടൈം കൂടുന്ന അനുസരിച്ച് ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ നമ്മളിങ്ങനെ പുറകോട്ട് ടൈം എടുത്തു കഴിഞ്ഞാൽ ആ വരുന്ന ഫോഴ്സ് എന്ത് ചെയ്യും? കുറവും. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തത്, പോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്നത് മൂലം ആഘാതം കുറയുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ച പാക്കറ്റുകളിൽ സ്പോഞ്ച്, വൈക്കോൽ മുതലായവ നിറയ്ക്കുന്നു. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്നതും പൊട്ടുന്നതും ഒഴിവാക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു അഭ്യാസി കൈകൊണ്ട് വളരെ വേഗത്തിൽ വീശി കടുപ്പമുള്ള ഇഷ്ടികകൾ തകർക്കുന്നു. അത് നമ്മൾ നേരത്തെ ഇമ്പൾസ് പറഞ്ഞ കൂട്ടത്തിൽ നമ്മളിതും പറഞ്ഞതാണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം അല്ലെ. ഒരു ചെറിയ സമയം കൊണ്ട് കൂടുതൽ പ്രയോഗിക്കുന്ന ബലമാണ് ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ? ഇനി ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്, അടുത്ത ഒരു ചോദ്യമാണ് പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണം. ഇതും സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല മറ്റ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ജാവലിന്റെ സഞ്ചാരം, ഓപ്ഷൻ ബി റോക്കറ്റിന്റെ സഞ്ചാരം, ഓപ്ഷൻ സി മിസൈലിന്റെ സഞ്ചാരം, ഓപ്ഷൻ ഡി എയും ബിയും സിയും ശരിയാണ്. പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലൂടെ ചരിച്ചു വിക്ഷേപിക്കുന്നതാണ് എന്താ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലൂടെ ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പം ജാവലിന്റെ സഞ്ചാരം എങ്ങനെയാണ്? അന്തരീക്ഷത്തിലൂടെ ചരിച്ചല്ലേ. റോക്കറ്റുകളുടെ സഞ്ചാരം അന്തരീക്ഷത്തിലൂടെ അല്ലേ. മിസൈലിന്റെ സഞ്ചാരവും അതുപോലല്ലേ, ചരിച്ചു വിക്ഷേപിക്കുമല്ലേ. അപ്പം ഇത് മൂന്നും ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സിയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ നോക്കൂ, എന്താണ് പ്രൊജക്ടൈലുകൾ എന്ന് പറയുന്നത്? അന്തരീക്ഷത്തിലൂടെ ചരിച്ച് നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ്. അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് പ്രൊജക്ടൈലുകൾ. ഉദാഹരണം നമ്മൾ പഠിച്ചു. ഡിസ്ക് ത്രോ, ജാവലിൻ ത്രോ, പീരങ്കിയുടെ ചലനം, അമ്പെയ്ത്ത്, ഹാമർ ത്രോ, ഷോട്ട് പുട്ട്, ഹോസ് പൈപ്പിൽ നിന്നുള്ള വെള്ളം, മിസൈലുകൾ, ഹെഡ് ചെയ്ത ഫുട്ബോളിന്റെ ചലനം, ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണമാണ്. പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്ന് ഓർത്തു കഴിഞ്ഞാൽ ഉദാഹരണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും പ്രൊജക്ടൈൽ മോഷൻ ഏതാണെന്ന്. ഓക്കെ, അടുത്ത് നോക്കി. അന്തരീക്ഷത്തിലൂടെ ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ചലനം അപ്പോൾ എന്താണ്? പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലൂടെ ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് പ്രൊജക്ടൈൽ. അങ്ങനെ ആ വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ചലനമാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൊജക്ടൈലിന്റെ പാത എങ്ങനായിരിക്കും? ചരിച്ചല്ലേ. അപ്പൊ ഇവിടെ തുടങ്ങി ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. എങ്ങനെയാണ്? പാരബോളയാണ്. എങ്ങനെയാണ് അതിന്റെ ചലനം എന്ന് പറയുന്നത്? പാരാബോളയാണ്. എങ്ങനെയാണ്? പാരാബോളയാണ്. പരാബോളയാണ് അതിന്റെ ചലനം. ഓക്കെ, പരാബോളയാണ് അതിന്റെ ചലനം. അടുത്തത്, ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ് ഏതാണ്? 45 ഡിഗ്രിയാണ്. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 45 ഡിഗ്രിയാണ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അതെല്ലാവരും പഠിക്കുക. കുറെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഉണ്ടാകിയത് കൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം ഉൾപ്പെടുത്തിയത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ എല്ലാ നോട്ടും നമ്മുടെ PSCയുടെ ഇൻഫ്ലുവൻസ് ചാനൽ, PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ 1 ലക്ഷം പോൾ വർക്കൗട്ട് സൗജന്യ PDF 500-ൽ കൂടുതൽ സൗജന്യ PDF ഇപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും പഠിക്കുക. സൗജന്യ PDF-കളെല്ലാം ലഭിക്കും. അതേപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വർക്കൗട്ട് ഉണ്ട്. SCRT NCRT വർക്ക് എക്സാം ഉണ്ട്. സയൻസിന്റെ ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഉണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക, പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. താങ്ക് യു.